മുസ്ലിം ലീഗ് ഒരു മതേതര പാർട്ടി എന്നാണ് വെയ്പ്പ്. പക്ഷേ 2026 അധികാരത്തിൽ വരുന്നതിന് വേണ്ടി മത തീവ്രവാദികളുമായിട്ടുള്ള കൂട്ടുകെട്ടിലേക്കാണ് ഇപ്പോൾ നീങ്ങിയിരിക്കുന്നത്. മുൻകാലങ്ങളിലും അതുണ്ടായിരുന്നു, അത് ഒളിഞ്ഞും പതുങ്ങിയും ഒക്കെ ആയിരുന്നു. ഇപ്പോൾ നേരിട്ട് തന്നെയാണ്. നമുക്കറിയാം, പാലക്കാട് UDFൻ്റെ വിജയം ഉണ്ടായപ്പോൾ അതിലെ ആദ്യ ആഹ്ലാദ പ്രകടനം എന്ന് പറയുന്നത് SDPIക്കാരുടേതാണ്. അപ്പോൾ ഈ ഒരു വലിയ ഒരു കൂട്ടുകെട്ട്, SDPI എന്ന് പറയുന്നത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ വേറൊരു വകഭേദം അതിനകത്തുണ്ടെന്നുള്ളതാണ്. അപ്പോൾ മുസ്ലിം ലീഗ് ഇത്തരത്തിലേക്ക് കാര്യങ്ങളങ്ങ് മാറുകയാണ്. മുസ്ലിം ലീഗ് തന്നെ ഈ UDFൻ്റെ ഭാഗമാക്കിയത് കെ കരുണാകരനാണ്. അന്നത്തെ മുസ്ലിം ലീഗിന് കുറച്ച് മതേതര സ്വഭാവങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം, മുഹമ്മദ് കോയയുടെയൊക്കെ കാലത്ത്. അതെ, നമുക്കത് പരിശോധിച്ച് നമുക്ക് മനസ്സിലാവും. പോകെ പ്രത്യേകിച്ചും ഈ PFI എന്ന് പറയുന്ന സംഘടന, അതിനു മുമ്പ് സിമി, നമുക്ക് KT ജലീൽ സിമിയിലേക്ക് പോയ കഥ നമുക്കറിയാമല്ലോ. അങ്ങനെ ഈ തീവ്രവാദ സംഘടനകൾ കേരളത്തിൽ വ്യാപിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ലീഗിൻ്റെ സ്വഭാവത്തിൽ മാറ്റം വന്നു. കാര്യം, കുറേ ചെറുപ്പക്കാർ, ലീഗിൻ്റെ ഭാഗമായിരുന്ന കുറേ ചെറുപ്പക്കാർ ഈ തീവ്രവാദ ആശയങ്ങളിൽ ആകൃഷ്ടരായി മറ്റ് PFI പോലുള്ള സംഘടനയിലേക്ക് അവർ ചേക്കേറി. അത് ലീഗിനൊരു തിരിച്ചടിയായി. മാത്രമല്ല, മാറുന്ന സാഹചര്യത്തിൽ ഇവരെ സഹായിക്കാൻ വന്നു കഴിഞ്ഞാൽ ലീഗ് എന്ന് പറയുന്ന പാർട്ടി അപ്രസക്തമാവും എന്നൊരു തോന്നൽ ആ പാർട്ടിക്ക് ഉള്ളിലുണ്ടായി. ആ തോന്നലിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ കുറച്ചു കാലമായി, അതായത് ഒരു 15-18 വർഷമായിട്ട് രഹസ്യമായി ഈ പറഞ്ഞ സംഘടനയായിട്ട് ബാന്ധവം ലീഗിനുണ്ട്. വെൽഫെയർ പാർട്ടിയായിട്ടും SDPI ആയിട്ടും ജമാഅത്തെ ഇസ്ലാമിയായിട്ടും നിരോധിക്കപ്പെട്ട PFI ആയിട്ടൊക്കെ അവർക്ക് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. ചില സ്ഥലങ്ങളിൽ SDPI നേരിട്ട് മത്സരിക്കുന്നുണ്ട്. അവർ മത്സരിക്കാത്ത സ്ഥലങ്ങളിൽ അവർ ലീഗ് കാൻഡിഡേറ്റിനെയാണ് അവർ സപ്പോർട്ട് ചെയ്യുക. ഇതില്ലാത്ത സ്ഥലങ്ങളിൽ കോൺഗ്രസിനെ സഹായിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. വേറെ അർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മതേതരം എന്ന് പറയുന്ന ആളുകളെ പറ്റിക്കാൻ പറ്റുന്നൊരു വാക്കായിട്ട് മാറിയിട്ടുണ്ട്. വെള്ളാപ്പള്ളി തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു മതേതര പൊയ്മുഖം ആണ്. ഇപ്പോൾ എനിക്കൊന്ന് കേരളത്തിൽ നട്ടലോടുകൂടി ലീഗിൻ്റെ ഈ മതേതരം എന്ന് പറയുന്ന ഈ മുഖം മൂടിയെ വലിച്ചു കീറുന്ന ഒരേ ഒരാൾ വെള്ളാപ്പള്ളി മാത്രമാണ്. ആ ധൈര്യം അദ്ദേഹത്തിന് മാത്രമേ ഉള്ളൂ. ഇതെല്ലാവർക്കും അറിയുന്ന സത്യമാണ്, പക്ഷേ പറയാൻ പേർക്ക് മടിയാണ്. ഇട നേതാക്കൾക്കും അറിയാം, വലുതർക്കും അറിയാം ഇതാണ് വാസ്തവം എന്നുള്ളത്. പക്ഷേ ഒരിക്കലും അവർ തുറന്നു പറയാൻ അവർ ധൈര്യം കാണിക്കില്ല. കാരണം അവർക്ക് വേണ്ടപ്പെട്ട വോട്ടുകൾ നഷ്ടമാകും. അത് പിടിച്ചു നിർത്തണം. ഈ അവസരത്തിൽ നമ്മൾ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം ബീഹാർ തെരഞ്ഞെടുപ്പിന് ശേഷം നടത്തിയ വിക്ടറി സ്പീച്ചിൽ അദ്ദേഹം INC ഇൻ്റർനാഷണൽ കോൺഗ്രസ് പുതിയൊരു പേര് കൊടുത്തു, MMC. അതായത് മുസ്ലിം ലീഗ് മാവോവാദി കോൺഗ്രസ് എന്നാണ് അദ്ദേഹം പേരിട്ടത്. MMC മുസ്ലിം ലീഗ് മാവോവാദി കോൺഗ്രസ്. ഈ തരത്തിലേക്ക് കോൺഗ്രസ് അതപ്പതിച്ചു എന്നാണ് പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചത്. ഇതിലെ മുസ്ലിം ലീഗുമായിട്ട് കേരളത്തിൽ നല്ല ബന്ധമുണ്ട്. കേരളത്തിലുള്ള ഈ ബന്ധം കൂടാതെ മറ്റു പല സ്ഥലങ്ങളിലും, തമിഴ്നാടും അതുപോലെ തന്നെ തെലങ്കാന, ആന്ധ്ര, മിക്കവാറും സ്ഥലങ്ങളിലെല്ലാം തന്നെ ഈ മുസ്ലിം സംഘടനകളുമായി, പല പേരുകളിൽ അറിയപ്പെടുന്ന മുസ്ലിം സംഘടനകളുമായിട്ട് ഇവർക്ക് ഈ ബാന്ധവമുണ്ട്. ഇനി അതല്ല എങ്കിൽ നേരത്തെ സൂചിപ്പിച്ച പോലുള്ള തീവ്രവാദ സംഘടനകളുമായിട്ട് ഇവർക്ക് വളരെ രഹസ്യമായ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. ഈ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് UDFനെ ഹൈജാക്ക് ചെയ്യുന്ന നിലയിലേക്ക് ലീഗ് മാറുന്നത്. ലീഗിൻ്റെ ഈ പരാമർശത്തിൽ നമ്മൾ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇപ്പോൾ UDFനെ കൺട്രോൾ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ മുസ്ലിം ലീഗാണ്. ലീഗിനെ കൺട്രോൾ ചെയ്യുന്നത്. അതെ, അല്ല, UDFനെ നിയന്ത്രിക്കുന്നത്. അല്ല, കോൺഗ്രസിൻ്റെ നിയന്ത്രണം മുഴുവനും അതാണല്ലോ. NSSനൊക്കെ തന്നെ ഒരു അകൽച്ച, പിന്നെ അതുപോലെ തന്നെ ന്യൂനപക്ഷമായിട്ടുള്ള ക്രൈസ്തവർക്കും ഇതിനകത്ത് ഒരകൽച്ച ഉണ്ടായത് അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിൽ നിന്ന്. തീർച്ചയായിട്ടും. കഴിഞ്ഞ ദിവസം PMA സലാമിൻ്റെ, മുസ്ലിം ലീഗ് നേതാവ് PMA സലാമിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പുറത്തു വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന വെൽഫെയർ പാർട്ടിയായിട്ട് ഞങ്ങൾ സഹകരിക്കുന്നതാണ്, പരസ്യമായി സഹകരിക്കുന്നതാണ്. അപ്പോൾ ഇതുവരെ രഹസ്യമായി അവർ സഹകരിച്ചുകൊണ്ടിരുന്നതല്ല, ഇപ്പോൾ ഒരു പരസ്യമായിട്ട് പ്രഖ്യാപിക്കും. എന്ന് വെച്ചാൽ തീവ്രവാദ സംഘടനകളുമായിട്ട് യോജിച്ചു പോകാൻ അവർക്കൊരു മടിയില്ല എന്നാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ ഔട്ട്ഫിറ്റാണ് ഈ വെൽഫെയർ പാർട്ടി എന്ന് പറയുന്നത്. ആ ജമാഅത്തെ ഇസ്ലാമിയെ പരസ്യമായി ഞങ്ങൾക്ക് ബാന്ധവമുണ്ടാക്കുന്നതിൽ യാതൊരു തടസ്സവും ഇല്ല, ഒരു വിഷമവും ഇല്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് മുസ്ലിം ലീഗിൻ്റെ സീനിയർ നേതാവ്. ഇതിനു മുമ്പ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കണ്ണൂരിൽ KM ഷാജി ഒരു പൊതുയോഗത്തിൽ അദ്ദേഹം സംസാരിച്ചിരുന്നു. അതായത് 2026 വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പ്രവർത്തിക്കേണ്ടത് മുസ്ലിങ്ങൾക്ക് വേണ്ടി ആകണം എന്നാണ്. നോക്കിക്കോളൂ, മതേതരം പ്രസംഗിക്കുന്ന പാർട്ടിയുടെ നേതാക്കളാണ് ഇവരെല്ലാം. ഈ മതേതരം സംരക്ഷിക്കാൻ വേണ്ടി അഹോരാത്രം പ്രയത്നിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. പക്ഷേ ആ കോൺഗ്രസ് ആർക്ക് വേണ്ടി ആവണം? മുസ്ലിം ലീഗിന് വേണ്ടി ആവണം കോൺഗ്രസിൻ്റെ വിജയം എന്ന് പ്രഖ്യാപിക്കുകയാണ് KM ഷാജി. മുമ്പ് മൻമോഹൻ സിംഗ് ഇതുപോലൊരു അഭിപ്രായം പ്രകടിപ്പിച്ചത്.
രാജ്യത്തെ ഈ എന്താണ് വിഭവങ്ങളുടെ ആദ്യത്തെ അവകാശി മുസ്ലിങ്ങളാണ് എന്ന് വളരെ കുപ്രസിദ്ധമായ ഒരു പരാമർശം ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയുടെ സമയത്ത് പറഞ്ഞിരുന്നു. അതിൻ്റെ തുടർച്ചയാണ് KM ഷാജിയോട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ രാജ്യത്തെ വിഭവങ്ങൾ പോലെ തന്നെ ഒരു ഭരണവും മുസ്ലിങ്ങൾക്ക് വേണ്ടി ആകണം എന്ന് പറയാനുള്ള ധൈര്യം ഇവിടെയുള്ള മുസ്ലിം നേതാക്കൾക്ക് ഉണ്ടായി എങ്കിൽ ഈ മുസ്ലിം ലീഗിൻ്റെ കാൽച്ചുവട്ടിൽ കടന്ന് ഇഴയുകയാണ് കേരളത്തിലെ കോൺഗ്രസ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. VD സതീശൻ പോലും ഇതിനെ പ്രതികരിച്ചിട്ടില്ല. ഈ PMA സലാമിൻ്റെ പരാമർശത്തിൽ VD സതീശൻ പ്രതികരിച്ചിട്ടില്ല. സീനിയർ നേതാക്കൾ ആരും പ്രതികരിച്ചിട്ടില്ല. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 2026 തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വയ്ക്കുന്നത് ലീഗിനെ സംതൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ്. ഒരു പക്ഷേ ലീഗിൻ്റെ മുഖ്യമന്ത്രി വന്നാൽ പോലും നമ്മൾ അത്ഭുതപ്പെടേണ്ടില്ല. ആ രീതിയിലേക്ക് ഈ പ്രീണനത്തിൻ്റെ ഏറ്റവും മോശമായ തലത്തിലേക്കാണ് കേരളത്തിലെ കോൺഗ്രസ് പോകുന്നത്. അല്ല, 2026 വലിയൊരു അപകടം ഇത്തരത്തിൽ കാത്തിരിക്കുകയാണ്. കാരണം UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ അപ്രമാദിത്വം മുഴുവൻ ലീഗിനായിരിക്കും. ലീഗ് ഇപ്പോൾ UDFനകത്ത് ഒരുപാട് വിട്ടുവീഴ്ച ചെയ്യുന്നുണ്ട്. കാരണം ഇവരുടെ ചില സീറ്റുകൾ കോൺഗ്രസിന് കൊടുക്കാനും വെച്ചു മാറാനും ഒക്കെ. എന്തിനാണ് ആ വിട്ടുവീഴ്ചയുടെ എല്ലാം പിന്നിൽ അധികാരത്തിൽ വരിക എന്നുള്ളതാണ്. കാരണം ഇപ്പം 2 തവണയായി അധികാരം ഇല്ലാതിരിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അധികാരത്തിൽ വന്നതിന് ശേഷം പിന്നെ ഇവരുടെ ബാർഗെയിനിങ് ശക്തമാകുമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ഈ ബാർഗെയിനിങ് ശക്തമാകുന്നതിനപ്പുറം തെരഞ്ഞെടുപ്പ് പ്രക്രിയ തുടങ്ങുമ്പോൾ തന്നെ, അതായത് സീറ്റ് ഷെയറിംഗ് തന്നെ ഇവരുടെ ആധിപത്യം സ്ഥാപിക്കും എന്നാണ് നമുക്ക് ഈ പ്രസ്താവന കൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം UDF അധികാരത്തിൽ വരേണ്ട മുസ്ലിങ്ങൾക്ക് വേണ്ടി ആകണം എന്നൊരു നേതാവ് പറയുകയും ഞങ്ങൾ വെൽഫെയർ പാർട്ടിയോട് സഹകരിക്കുമെന്ന് മറ്റൊരു നേതാവ് പറയുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിന് എന്താണ് പ്രസക്തി? കോൺഗ്രസിന് പ്രസക്തിയില്ല. കാരണം ലീഗ് മത്സരിക്കുന്ന സീറ്റുകളിൽ അവർക്ക് പലപ്പോഴും 80%, 85% അവർ സ്ട്രൈക്ക് റേറ്റ്. ഏതാണ്ട് അവർ മത്സരിക്കുന്നതിൻ്റെ ഒരു 70% സീറ്റ് അവർ ജയിക്കും. അതെ, അത് അവർക്ക് നന്നായിട്ടറിയാം. അത് മലപ്പുറം മാത്രം കേന്ദ്രീകരിച്ചാണ് നിൽക്കുന്നത്. പിന്നെ അവിടെയുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് പിന്നിലും ലീഗ് തന്നെയാണ്, അല്ലാതെ അവർക്ക് ജയിച്ചു വരാൻ കഴിയില്ല. ഇപ്പോൾ കോഴിക്കോട്, അതുപോലെ തന്നെ കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലേക്കും ഈ ലീഗ് അവരുടെ ശക്തി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. പണ്ട് തൃശ്ശൂരിനിപ്പുറത്തേക്ക് ഇല്ലായിരുന്നു. തൃശ്ശൂരിനിപ്പുറത്തേക്ക് ഇല്ലായിരുന്നു. കാരണം കേരളത്തിലേക്ക് ലീഗ് ഇല്ലായിരുന്നു. ഇപ്പോൾ അവർ ആഗ്രഹിക്കുന്നത് സ്വാധീനമില്ലാത്ത സ്ഥലങ്ങളിലും, നേരത്തെ പറഞ്ഞ വെൽഫെയർ പാർട്ടി കൊച്ചു പാർട്ടിയിലുണ്ടല്ലോ, പുനലൂരിൽ മത്സരിച്ചു. അപ്പോൾ അങ്ങനെയുള്ള കൊച്ചു സംഘടനയുടെ സഹായത്തോടു കൂടി ലീഗിൻ്റെ സ്ഥാനാർത്ഥി വരികയും കോൺഗ്രസിൻ്റെയും ഈ തീവ്രവാദ സംഘടന വോട്ട് കൊണ്ട് ഈ സ്വാധീനമില്ലാത്ത പ്രദേശങ്ങളിലും കൂടി വ്യാപിപ്പിക്കാം എന്നാണ് ഇപ്പോൾ ലീഗ് കണക്കൂട്ടുന്നത്. ഇപ്പോൾ ലീഗിൻ്റെ മുഖം മാറി, മുസ്ലിം ലീഗിൻ്റെ മുഖം മാറി. മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഒരു തീവ്രവാദ സംഘടനകളെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന തലത്തിലേക്ക് ലീഗ് അതപ്പതിച്ചു. ആ ലീഗിനെ നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 2026 തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ കോൺഗ്രസിന് വേണ്ടി വോട്ട് ചെയ്യുന്ന ഹിന്ദുക്കളാണ്, ക്രിസ്ത്യാനികളാണ് ചിന്തിക്കേണ്ടത്. കാരണം മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് UDF ഭരിക്കുന്നത് എങ്കിൽ ഈ പറഞ്ഞ ക്രിസ്ത്യൻ ഹിന്ദു വിഭാഗങ്ങളുടെ ആത്മപരിശോധന നടത്താം. എന്തിനു വേണ്ടിയാണ്? ഏതെങ്കിലും ഒരു മതത്തിന് വേണ്ടിയാണോ കേരളം? അങ്ങനെ ചിന്തിക്കാൻ പാടുള്ളൂ. ജനാധിപത്യത്തിന് വേണ്ടിയിട്ടല്ലേ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ആ ജനാധിപത്യ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എല്ലാ വിഭാഗം ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അവിടെ ജാതിയോ മതമോ പരിഗണന ഇല്ലാതെയാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടതും ജയിക്കേണ്ടതും പിന്നീട് പ്രവർത്തിക്കേണ്ടതും. പക്ഷേ തെരഞ്ഞെടുപ്പിന് 1 വർഷം മുമ്പ് തന്നെ അവരവരുടെ അജണ്ട വ്യക്തമാക്കുകയാണ്. എന്നുവെച്ചാൽ ഈ അജണ്ടയിൽ നിന്നും ഇനി കോൺഗ്രസിന് പിന്മാറാൻ കഴിയില്ല. ഒരാളും തിരുത്തി പറഞ്ഞില്ലല്ലോ കോൺഗ്രസിൻ്റെ. ഏതെങ്കിലും ഒരു നേതാവ് ഷാജിക്കെതിരെ ഒരു പരാമർശം നടത്തിയോ? അല്ല, അങ്ങനെയല്ല, ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയാണ്, എല്ലാ ജനങ്ങൾക്ക് വേണ്ടിയാണെന്ന് കോൺഗ്രസ് പറഞ്ഞു. ഒരിക്കലുമില്ല. അപ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ ലീഗിൻ്റെ അടിമയായി മാറിക്കഴിഞ്ഞു, പൂർണ്ണ രൂപേണ. ആ അടിമത്വം അവസാനിപ്പിക്കാതെ കേരളത്തിൽ കോൺഗ്രസിന് തിരിച്ചു വരാൻ സാധ്യമാണ്. മാത്രമല്ല ഈ BJP പല സ്ഥലങ്ങളിലും കുറച്ച് ശക്തി പ്രാപിക്കുന്നതിൻ്റെ ഒരു അസന്തുഷ്ടിയും ലീഗിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനെ നേരിടാൻ BJPയുടെ വളർച്ച നേരിടാൻ ഞങ്ങളെ കൊണ്ടേ കഴിയൂ എന്ന് വേറൊരു രൂപത്തിൽ ലീഗ് പറയുകയാണ്. ഒരു ഗതിയില്ലാതെ സതീശനും കൂട്ടരും അത് അംഗീകരിച്ചു കൊടുക്കുകയും സ്വാഭാവികമായിട്ടും നേരത്തെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരുപക്ഷെ അവർ ജയിച്ച് വരികയാണ് എങ്കിൽ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് മുസ്ലിം ലീഗായിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.